ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതീവ രുചിയുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പമെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സൈഡ് ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി ചെമ്മീൻ്റെ തോടെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. മസാല ചേർത്ത ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ ചെമ്മീനിലേക്ക് നന്നായി പിടിക്കും. ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇടുക. ഒരു പാനിലേക്ക് ചെമ്മീൻ വറക്കാൻ ഉപയോഗിച്ച അതേ എണ്ണയിൽ നിന്നും അല്പം എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവയിട്ട് ഒന്ന് വഴറ്റുക. ഇനി തേങ്ങാക്കൊത്ത് ചേർക്കുക. തേങ്ങയൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി, 3 സബോള എന്നിവ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കുക. സബോള നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ നന്നായി വഴറ്റുക. ഇനി തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്കൊരു തക്കാളി കൂടി ചേർക്കുക. തക്കാളി നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് ഇളക്കുക. ചെമ്മീൻ അധിക സമയം ഫ്രൈ ചെയ്താലും അധിക സമയം മസാലയിൽ വേവിച്ചാലും റബ്ബർ പോലെയുള്ള ടെക്സ്ചർ വരാം. അതുകൊണ്ട് ചെമ്മീൻ എപ്പോഴും കുറച്ച് സമയം മാത്രം വേവിക്കുക. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറോ ചപ്പാത്തിയോ എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു.
ഇതുപോലെ എളുപ്പമുള്ളതും അതീവ രുചിയുമുള്ള ഈ കറി നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും തുടർന്നുള്ള എളുപ്പവും വെറൈറ്റിയുമായുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം.